നമസ്കാരം. കേരളത്തിലെ KSRTC ബസ്സുകളിൽ നാളെ മുതൽ ജെൻഡർ ടിക്കറ്റിംഗ് സമ്പ്രദായം നടപ്പിലാക്കാൻ ഉത്തരവായിരിക്കുകയാണ്. ഇനി മുതൽ കണ്ടക്ടർമാർ ടിക്കറ്റ് നൽകുമ്പോൾ യാത്രക്കാരൻ പുരുഷനാണോ സ്ത്രീയാണോ എന്ന് ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീനിൽ രേഖപ്പെടുത്തണം. ഈ പുതിയ പരിഷ്കാരം സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഇതുവരെ KSRTC ടിക്കറ്റുകൾ യാത്രക്കാരുടെ ലിംഗഭേദം പ്രത്യേകമായി രേഖപ്പെടുത്തിയിരുന്നില്ല. എന്നാൽ പുതിയ ഉത്തരവനുസരിച്ച് ഓരോ ബസ്സിലും എത്ര പുരുഷന്മാരും എത്ര സ്ത്രീകളും യാത്ര ചെയ്യുന്നു എന്നതിന്റെ കൃത്യമായ കണക്കുകൾ അധികൃതർക്ക് ലഭ്യമാകും. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ UDF മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ ഒന്നായിരുന്നു സ്ത്രീകൾക്ക് KSRTC സൗജന്യ യാത്ര. കർണാടകയിലെയും തെലങ്കാനയിലെയും കോൺഗ്രസ് സർക്കാരുകൾ നടപ്പിലാക്കിയ ശക്തി പദ്ധതിക്ക് സമാനമായ രീതിയിൽ കേരളത്തിലും ഇത് നടപ്പിലാക്കും എന്നതായിരുന്നു വാഗ്ദാനം. തെരഞ്ഞെടുപ്പ് UDF വലിയ മുന്നേറ്റം നടത്തിയ സാഹചര്യത്തിൽ ഈ വാഗ്ദാനം നടപ്പിലാക്കുന്നതിന്റെ മുന്നോടിയായാണ് പുതിയ ടിക്കറ്റിംഗ് പരിഷ്കാരം എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എത്ര സ്ത്രീകൾ പ്രതിദിനം യാത്ര ചെയ്യുന്നുണ്ട് എന്നും അതിലൂടെ സർക്കാരിന് എത്ര സാമ്പത്തിക ബാധ്യത വരുമെന്നും കണക്കാക്കാനാണ് ഈ വിവരങ്ങൾ അത്യാവശ്യമാണ്. എന്തായാലും കൃത്യമായ കണക്കെടുപ്പിലൂടെ മാത്രമേ പദ്ധതിയുടെ പ്രായോഗികത മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. എന്നാൽ നിലവിൽ വലിയ കടബാധ്യതയുള്ളതിൽ KSRTCക്ക് സൗജന്യ യാത്ര നടപ്പിലാക്കുന്നത് കൂടുതൽ ഭാരമാകും എന്ന് ഒരു വിഭാഗം ആശങ്ക ഉയർത്തുന്നുണ്ട്. കേരളത്തിൽ ഏതാണ്ട് 12,000-ഓളം സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. KSRTC ബസ്സുകളുടെ എണ്ണത്തേക്കാൾ കൂടുതലാണിത്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര സർക്കാർ ബസ്സുകളിൽ മാത്രം പരിമിതപ്പെടുത്തിയാൽ അത് സ്വകാര്യ ബസ് മേഖലയെ തകർക്കാൻ കാരണമായേക്കാം എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. കർണാടകയിലെ ശക്തി പദ്ധതിയുടെ കണക്കുകൾ അനുസരിച്ച് പ്രതിദിനം കോടിക്കണക്കിന് രൂപയാണ് സർക്കാർ സബ്സിഡിയായി നൽകുന്നത്. എന്നാൽ കേരളം പോലെ ഒരു സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു സംസ്ഥാനത്തിന് ഇത്രയും വലിയൊരു തുക ഓരോ മാസവും കണ്ടെത്തുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. സ്ത്രീ ശാക്തീകരണത്തിന് ഈ പദ്ധതി ഗുണകരമാകും എങ്കിലും കേരളത്തിലെ കരുത്തുറ്റ സ്വകാര്യ ബസ് മേഖലയെ കൂടി പരിഗണിച്ചുകൊണ്ട് മാത്രമേ ഇത്തരം തീരുമാനങ്ങൾ എടുക്കാവൂ എന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. സ്വകാര്യ ബസ്സുകൾ കൂടി ഉൾപ്പെടുന്ന ഒരു സമഗ്രമായ പ്ലാൻ തയ്യാറാക്കിയില്ലെങ്കിൽ കേരളത്തിലെ നിലവിലുള്ള മികച്ച ഗതാഗത സംവിധാനം താറുമാറായിരിക്കും എന്നൊരു മുന്നറിയിപ്പും ഇവർ നൽകുന്നുണ്ട്.